സംസ്ഥാനത്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായ നിലപാട് ആവർത്തിച്ച് ബി.ജെ.പി. ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എസ്.ഐ.ആറിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് യോഗത്തിൽ പങ്കെടുത്ത CPIM പ്രതിനിധി M. വിജയകുമാർ അറിയിച്ചു. പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തരമായി യോഗം വിളിക്കണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം. പ്രവാസികൾക്കായി പ്രത്യേക കോൾ സെന്റർ ഒരുക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ മറുപടി നൽകി. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 36 ലക്ഷത്തിലധികം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു. ഇതിൽ പകുതിയും ആളുകൾ പൂരിപ്പിച്ചു തന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടിക പരിഷ്കരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ലെന്ന് CPM പ്രതിനിധി M. വിജയകുമാർ പറഞ്ഞു. ആ ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അതിന് തടസ്സമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഇതിലൊരു കാര്യം തീരുമാനിക്കേണ്ടി വരും. ഒന്നുകിൽ ഇത് മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ മാറ്റിവെക്കേണ്ടി വരും. അന്ധൻ ആനയെ കണ്ടതുപോലെയാണ് BLOമാരുടെ പ്രവൃത്തിയെന്ന് കോൺഗ്രസ് പ്രതിനിധി M. K. റഹ്മാൻ. നമ്മുടെ BLOമാര് ഈ അന്ധൻ ആനയെ കണ്ടതുപോലെയാണ്. ഒരു വിവരവും BLOമാർക്ക് കൃത്യമായി വോട്ടർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ക്ലാസ്, ഫലപ്രദമായ ഒരു ട്രെയിനിങ് ക്ലാസ് അവർക്ക് ലഭിച്ചില്ല എന്നാണ് പലരും പറയുന്നത്. പ്രവാസികൾ വലിയ ആശങ്കയിലാണെന്ന് മുസ്ലിം ലീഗ്. അവര് ഒരു 40-45 ലക്ഷം ജനങ്ങളോടുണ്ട്. അവർക്കൊരു സംശയം വന്നാൽ തീർക്കാനുള്ള സംവിധാനം നമുക്ക് എല്ലായിടത്തും പ്രവാസി സംഘടനകളുണ്ട്. ആ പ്രവാസി സംഘടനകൾക്ക് വേണമെങ്കിൽ അവിടെ അവർക്ക് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാം. ഗവൺമെന്റിന് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പെടുത്തി കൊടുക്കാം. അവർക്കൊരു അവയർനെസ് കൊടുക്കാം. അവരെങ്ങനെ ഇതിനെ താടി ചെയ്യപ്പെട്ടെന്ന് നോക്കാം. അതൊക്കെ ഇമ്മീഡിയറ്റ്ലി ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം സിറ്റുവേഷൻ ഗെറ്റിംഗ് ബാഡ്. അവരവിടെ സിറ്റിസൺസ് അല്ല, അവരിവിടുത്തെ സിറ്റിസൺസ് ആണ്. പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇടപെടുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി നൽകി. ആഴ്ചയിലൊരിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.